വസന്ത്, ഒരുപക്ഷെ ഇന്ന് അവിടെ വഴിക്കടവ് പഞ്ചായത്തിന് മുന്നിലേക്ക് നടന്ന LDFിൻ്റെ മാർച്ച് കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും രസകരമായി തോന്നിയ ഏറ്റവും ശ്രദ്ധേയമായൊരു പൊളിറ്റിക്കൽ കമൻ്റ് ഇന്ന് CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ നടത്തി. വിജയരാഘവനെ നമുക്ക് അറിയാം, കഴിഞ്ഞ ദിവസം നിങ്ങൾ മലപ്പുറത്ത് ഈ വിഷയമുണ്ടായതിന് പിന്നാലെ ജില്ലാ ആശുപത്രിയുടെ വഴി തടഞ്ഞുകൊണ്ട് A. വിജയരാഘവനെ തടഞ്ഞതൊക്കെ കേരളം കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞ ശ്രദ്ധേയമായൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് LDF വീട് കയറുമ്പോൾ UDF കാട് കയറുകയാണ്. ആ പ്രസ്താവനയിലുണ്ട് എന്താണ് ഒരു രാഷ്ട്രീയം, LDF മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്ത്, പകച്ചു നിൽക്കുന്ന UDFിൻ്റെ രാഷ്ട്രീയം എന്ത് എന്നുള്ളത്. എന്തിനാണ് നിങ്ങൾ കാട് കയറുന്നത്? വസന്ത്, ശ്രീ സിജു, അങ്ങ് പറഞ്ഞ അങ്ങയുടെ ഇൻട്രോ വാചകത്തോട് ഞാൻ ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങ് പറഞ്ഞത് ദുരന്തമുഖത്ത് രാഷ്ട്രീയം കളിക്കുന്നത് തെറ്റാണ്, അങ്ങനെയുള്ളവർ ആരാണെങ്കിലും അവരെ അകറ്റി നിർത്തണം എന്നാണ്. നോക്കൂ, ഈ വഴിക്കടവിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട ഏറ്റവും ആദ്യം രാഷ്ട്രീയ പ്രസ്താവന നമ്മൾ കേൾക്കുന്നത് കടുവ പിടിച്ച സ്ത്രീയെ ആയി ബന്ധപ്പെട്ട് ഈ പറയുന്ന സർവകക്ഷി യോഗം വിളിച്ചപ്പോൾ അവിടെ പോലും പങ്കെടുക്കാതെ ഗാനമേള ട്രൂപ്പിൽ ഗാനമേള പാടാൻ പോയ വനം വകുപ്പ് മന്ത്രി ശശീന്ദ്രനിൽ നിന്നാണ്. അദ്ദേഹമാണ് ഏറ്റവും ആദ്യം ഈ വിഷയത്തിൽ രാഷ്ട്രീയം പറയുന്നത്. അദ്ദേഹം പറഞ്ഞ എന്താണ്? പ്രതിപക്ഷത്തിന്റെ ഗൂഢാലോചന ഞാൻ സംശയിക്കുന്നു എന്നാണ്. ഇതാ 48 മണിക്കൂർ കഴിഞ്ഞു. കോൺഗ്രസിന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന മന്ത്രിസഭയിലെ അംഗമായ അദ്ദേഹത്തിന് എന്ത് തെളിവാണ് കയ്യിലുള്ളത് എന്നുള്ളത് അദ്ദേഹം പറയണ്ടേ. 2, ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രതിഷേധവുമായി രംഗത്തുണ്ടായിരുന്നു, പ്രതിഷേധമുണ്ടാകും, അത് ഒരു പ്രതിപക്ഷത്തിന്റെ ധർമ്മത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ കുറെ കാലമായി സമരം ചെയ്തില്ല എന്ന് വെച്ച്, നിങ്ങളത് മറന്നുപോയി എന്ന് വെച്ച് സമരം ചെയ്യുന്നവരെ എല്ലാം പുച്ഛിച്ച് തള്ളുന്നത് ശരിയായ നിലപാടല്ല. 3, ആരാണ് ഏറ്റവും ആദ്യം ഇയാൾ കോൺഗ്രസ്സുകാരനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്? ഇയാൾക്ക് കോൺഗ്രസ് ചായ്വുണ്ട് എന്ന് ആദ്യം പറഞ്ഞത് പാർട്ടി സെക്രട്ടറി അല്ലേ? അവിടുത്തെ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന്റെ ബന്ധം അന്വേഷിക്കണം എന്ന് പറഞ്ഞത് CPM അല്ലേ? എന്നാൽ പിന്നീട് ഇയാൾ CPM കാരനാണെന്നും CPM അനുകൂലിയാണ് എന്നും മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആ കാർഡ് മാറ്റി. അത് ഞങ്ങളുടെ പ്രശ്നമാണോ? അപ്പൊ ഏറ്റവും ആദ്യം ഈ വിഷയത്തിൽ രാഷ്ട്രീയം കണ്ടത്, രാഷ്ട്രീയം പറഞ്ഞത്, രാഷ്ട്രീയം സംസാരിച്ചത് അത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണ്, മന്ത്രിയുടെ ഭാഗത്തു നിന്നാണ്. ഈ പണിക്കാരൻ കൊള്ളാത്തതിന് പണിയായുധത്തെ കുറ്റം പറയും എന്നതുപോലെ ഞാൻ ഉള്ളത് കൊണ്ടാണോ ഇവിടെ കാട്ടിൽ നിന്ന് ആന ഇറങ്ങുന്നത് എന്ന് ചോദിച്ചൊരു വനം വകുപ്പ് മന്ത്രി ഉള്ള നാടാണെന്നേ. അപ്പൊ ഞങ്ങൾക്ക് കാട് കയറേണ്ടതായി വരും. കാട്ടിലുള്ള വന്യമൃഗങ്ങളെല്ലാം നാട്ടിലിറങ്ങി സാധാരണക്കാരുടെ ജീവൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ സർക്കാരിന് അലംഭാവമാണെങ്കിൽ ഞങ്ങൾ കാട് കയറേണ്ടി വന്നാൽ കാട് കയറും. 25 കോടി രൂപയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഈ പറയുന്ന വന്യജീവി മൃഗങ്ങളും സാധാരണക്കാരുമായുള്ള കൊഹബിഷൻ റീകൊഹബിഷൻ നടപ്പിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് KN ബാലഗോപാൽ മാറ്റിവെച്ചത്. എവിടെയാ 25 കോടി രൂപ? 600 കോടി രൂപ കേന്ദ്ര ഫണ്ട് വരുന്നുണ്ട്. എന്തിന്? ഈ പറഞ്ഞ ഫെൻസിംഗ് നിർമ്മിക്കാൻ, ആനക്കിടങ്ങ് നിർമ്മിക്കാൻ. 420 കോടി രൂപ ലാപ്സായി പോയി കഴിഞ്ഞ ബഡ്ജറ്റിൽ കേന്ദ്രം അനുവദിച്ചതിൽ 425 കോടി രൂപ ലാപ്സായി പോയി. എന്റെ വാക്കല്ല കേട്ടോ, CNTG റിപ്പോർട്ടാ. എന്താ ഇവിടുത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പണി? അവർ കുറെ യൂക്കാലിസം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, കാട് വെട്ടി നശിപ്പിച്ച് അതിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന കിടങ്ങുകൾ ഉണ്ടാക്കി, അതിൻ്റെ ഉള്ളിൽ ഏറുമാടങ്ങൾ ഉണ്ടാക്കി അവിടെ സുഖജീവിതം നയിക്കുക. അപ്പോ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കൊള്ളരുതായിക, അവരുടെ അലംഭാവം, ആ മന്ത്രിക്ക് ആ പണി അറിയത്തില്ലാത്തതിന്റെ പ്രശ്നം, അത് മുഴുവൻ പ്രതിപക്ഷത്തിന്റെ നേരെ കെട്ടിവെച്ചിട്ട് രക്ഷപ്പെടാം എന്ന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. ശരി വസന്ത് പറഞ്ഞതിൽ ചില വിഷയങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, ഈ അപകടമുണ്ടാകുന്നത് 7 മണിയോടടുപ്പിച്ചാണ്. അതിൽ ആദ്യം ഈ അപകടമുണ്ടായതിന് പിന്നാലെ റോഡ് തടഞ്ഞുകൊണ്ട് ആക്രോശിച്ച ചാമക്കാല എന്ന് പറയുന്ന നേതാവിനെ കേരളം കണ്ടതാണ്. ആദ്യം പറഞ്ഞത് എന്താണ്? സ്റ്റേറ്റ് സ്പോൺസേഡ് മർഡർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, ചായ കുടിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. രാത്രിയായപ്പോൾ വനം മന്ത്രി പറഞ്ഞു, ഈ വിഷയത്തിൽ UDF നടത്തിയ ഈ നാടകം, ഈ വഴിതടയൽ, അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ള തരത്തിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു, നിങ്ങളുടെ നേതാക്കൾ വളച്ചൊടിച്ചു. കൃത്യമായ വിശദീകരണം അദ്ദേഹം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ കേൾപ്പിക്കുകയും ചെയ്യാം. പിന്നീട് വനവുമായി ബന്ധപ്പെട്ട് താങ്കൾ കാട് കയറുമെന്ന് പറഞ്ഞു. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കാട് കയറാനേ പറ്റുന്നുള്ളൂ. ഉപതെരഞ്ഞെടുപ്പിൽ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്താണ് നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ടായിരുന്നത്? ഒന്നും ഉണ്ടായിരുന്നില്ല. വീണ് കിട്ടുകയാണ് ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മരണം. അതിനെപ്പോലും നിങ്ങൾ അവസരമായി കണ്ട് അതെങ്ങനെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കാം, അതെങ്ങനെ പ്രതിപക്ഷത്തിന് എതിരായി അത് ഭരണപക്ഷത്തിന് എതിരായി ഉപയോഗിക്കാം, അതെങ്ങനെ സ്വരാജിനെതിരായി ഉപയോഗിക്കാം, അതിലെങ്ങനെ പിണറായി വിജയനെ കൊണ്ടുവരാം, വനമന്ത്രിയെ കൊണ്ടുവരാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ? വസന്ത്,